ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കുദ്രോളി ഗോകർണനാഥ ക്ഷേത്രത്തിൽ മംഗലാപുരത്തെ വില്ലവ നേതാവായിരുന്ന ശ്രീ ജ്ഞാനപ്പ നായിക്കും സുഹൃത്തുക്കളും കൂടി ഒരിക്കൽ ഗോകർണനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി. അവർ ബ്രാഹ്മണരാണെന്ന് തെറ്റിദ്ധരിച്ച് ക്ഷേത്ര പൂജാരികൾ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ച് അവർക്ക് ആഹാരവും കൊടുത്തു താമസിക്കാനുള്ള സ്ഥലവും ഉണ്ടാക്കി കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞ് ഈ പൂജാരിക്ക് മംഗലാപുരത്ത് ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകാനിടയായി. അവിടെ വെച്ച് അവർ ജ്ഞാനപ്പ നായിക്കിനെ കാണുകയും അയാള് ബ്രാഹ്മണനല്ല അസ്പൃശ്യരാണെന്നും അറിയാൻ ഇടയായി. ഉടനെ തന്നെ അയാള് ജ്ഞാനപ്പ നായിക്കിനെ ചെന്ന് കണ്ട്, ഞങ്ങളുടെ ക്ഷേത്രത്തില് ശുദ്ധീകലശവും ഹോമങ്ങളും നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ജ്ഞാനപ്പ നായിക്ക് ഈ വിവരം ബില്ലവ നേതാവായിരുന്ന കൊരകപ്പയെ അറിയിച്ചു. കൊരകപ്പ ഉടനെ തന്നെ ശിവഗിരിയിലേക്ക് പോയി ഗുരുദേവനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ശുദ്ധീകലശം നടത്താനും പുണ്യാഹം നടത്താനും അവരുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും പോകേണ്ട. 1908 ഗുരുദേവൻ മംഗലാപുരത്തേക്ക് വരികയും അവശ സമുദായങ്ങൾക്ക് ദർശനത്തിനായി രക്ഷകനായി അവർ ഗുരുദേവനെ സ്വീകരിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിനായി ഗുരുദേവൻ 12 സ്ഥലങ്ങൾ കണ്ടു. അവസാനം ആൽപ്പാർപ്പില്ലാതെ ചതുപ്പ് നിലമായി കിടന്ന സ്ഥലം, അതായത് ടിപ്പു സുൽത്താൻ പണ്ട് കുതിരകളെ കെട്ടുവാൻ ഉപയോഗിച്ചിരുന്ന കുതിരാലയം, അതാണ് കുദ്രോളി, തിരഞ്ഞെടുത്തു. ഈ സ്ഥലം കൊരകപ്പ ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയാണ് ഗുരുദേവനെ ഏൽപ്പിക്കുന്നത്. മംഗലാപുരത്തെ വലിയ ധനികനായിരുന്നു ഈ കൊരകപ്പ. കൊരകപ്പയ്ക്ക് ബ്രിട്ടീഷുകാർ സാഹുക്കാർ എന്ന ഒരു സ്ഥാനപ്പേര് നൽകിയിരുന്നു. ഈ ഒരു മജിസ്ട്രേറ്റിന്റെ സ്ഥാനമാണ് ഈ സഹുക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യവസായത്തിലും വിദ്യാഭ്യാസത്തിലും കൊരകപ്പയുടെ കുടുംബം വളരെ മുന്നിലായിരുന്നു. കൊരകപ്പയ്ക്ക് 2 ആൺമക്കളായിരുന്നു, സോമശേഖരനും സോമസുന്ദരനും. കേരള തച്ചുശാസ്ത്രപ്രകാരമാണ് ഇവിടെ ക്ഷേത്രം പണി നടത്തിയിരുന്നത്. 1912 ഫെബ്രുവരിയിലാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. പ്രതിഷ്ഠ നടത്തേണ്ട മുഹൂർത്തമായി. ഗുരുദേവൻ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് ഗുരുവിനെ കൂട്ടിക്കൊണ്ടുവരാനായി ഭക്തജനങ്ങൾ കൊട്ടും കുരവയും താലപ്പൊലിയും വാദ്യമേളങ്ങളുമായി പുറപ്പെട്ടു. അവിടെ ചെല്ലുമ്പോൾ ഗുരുദേവനെ ആരും കണ്ടില്ല. പ്രതിഷ്ഠയ്ക്കുള്ള സമയം അടുത്തു വരുന്നു. എല്ലാവരും ആകെ വിഷമിച്ചു. അവർ വളരെ വിഷമത്തോടുകൂടി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ കണ്ടു ശ്രീകോവിൽ തുറന്നു കിടക്കുന്നത്. ഗുരുദേവൻ പുറത്തേക്കിറങ്ങി വരുന്നു. അതിനുശേഷം മറ്റ് ഉപദേവന്മാരെയും പ്രതിഷ്ഠിക്കാൻ ഗുരുദേവൻ നിർദ്ദേശിച്ചു. എല്ലാ ദേവാലയങ്ങളിലും പോയി ആരാധന നടത്താതെ ഇവിടെ വന്ന് എല്ലാ ദേവന്മാരെയും ആരാധിക്കുക. ഇതായിരുന്നു ഗുരുദേവൻ ഈ പ്രവൃത്തിയിലൂടെ നൽകിയ സന്ദേശം. പ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഗോകർണത്ത് ഗോകർണേശ്വരൻ ഇരിക്കുന്നു, ഇവിടെ ഗോകർണേശ്വരന്റെ നാഥൻ ഇരിക്കട്ടെ എന്ന്. അങ്ങനെയാണ് ക്ഷേത്രം ഗോകർണനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. കടൽ തീരത്ത് അടുത്ത പ്രദേശമായതിനാൽ ഈ പ്രദേശം മുഴുവൻ കിണറുകളിലും ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. എന്നാൽ ഗുരുദേവൻ പറഞ്ഞ സ്ഥലത്ത് ഒരു കിണർ കുഴിക്കാൻ പറഞ്ഞു. അതിൽ നല്ല ശുദ്ധജലം ലഭിക്കുന്നു. ആ കിണറിനെ ജ്ഞാനതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ വെള്ളത്തിന് ചെറു മധുരമുണ്ടെന്നാണ് പറയുന്നത്. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഇതിലെ ജലമാണ് എടുക്കുന്നത്.
കടൽക്കരയിൽ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും, പക്ഷേ അത് ഉപ്പുവെള്ളമാണെന്ന് മാത്രം. അങ്ങനെയുള്ള സ്ഥലത്ത് ജ്ഞാനദൃഷ്ടിയാൽ ശുദ്ധജല സ്രോതസ്സ് കണ്ടുപിടിച്ച മഹാഗുരു കാരുണ്യത്തിൻ്റെ ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ജ്ഞാനതീർത്ഥം പൂർണ്ണ കുംഭാകൃതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഗുരുദേവനും ശിഷ്യന്മാരും കൊരപ്പയോടൊപ്പം ക്ഷേത്രാങ്കണത്തിലിരിക്കുമ്പോൾ ജനിച്ച കാലം മുതലേ സംസാരിക്കാത്ത ഒരു ബാലികയും കൊണ്ട് അതിൻ്റെ മുത്തച്ഛൻ ഗുരുവിൻ്റെ അടുക്കൽ വന്നു. ഗുരുദേവൻ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. താൻ കുടിച്ചുകൊണ്ടിരുന്ന പാൽക്കാപ്പിയിൽ നിന്ന് ഒരല്പം ആ കുട്ടിയുടെ നാവിൽ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഇപ്പി എന്ന് പറഞ്ഞു. വീണ്ടും ഒത്തിരി കൂടി ആ കുട്ടിയുടെ വായിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് ചോദിച്ചു എന്താണ് എന്ന്. അപ്പോൾ അത് വീണ്ടും കാപ്പി എന്ന് പറഞ്ഞു. വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി ഒഴിച്ചിട്ട് എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചു. ആ കുട്ടി ഒരു തടസ്സവുമില്ലാതെ അതിൻ്റെ പേര് പറഞ്ഞു. കാപ്പിയുടെ ഔഷധഗുണം കൊണ്ടല്ല, മറിച്ച് ജ്ഞാന തപസ്യായിരുന്ന ഗുരുദേവന്റെ കാരുണ്യം സ്നേഹവും കൊണ്ടാണ് ഇത് എന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും കാപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ കൂടി നിന്ന എല്ലാ ജനങ്ങൾക്കും ഗുരുദേവൻ കുടിച്ചതിൻ്റെ ബാക്കിയിരുന്ന കാപ്പി ഓരോ തുള്ളി എല്ലാവരുടെ കയ്യിലും എത്തിച്ചു കൊടുത്തു. ഇവിടെ ഇന്നും തീർത്ഥമായി നൽകുന്നത് പാൽക്കാപ്പിയാണ്. ഗുരുദേവൻ ഇവിടെ കേരള രീതിയിലുള്ള പൂജാവിധികളാണ് കൽപ്പിച്ചിരിക്കുന്നത്. മലയാളികളായ പൂജാരികളാണ് ഇന്നും ഇവിടെ പൂജ നടത്തുന്നത്. ചൈതന്യസ്വാമികളാണ് ഈ പൂജാവിധികൾ ചിട്ടപ്പെടുത്തി കൊടുത്തത്. ഇവിടെ ആദ്യം പൂജ നടത്തുന്നത് ഗുരുദേവ വിഗ്രഹത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരുദേവ വിഗ്രഹം അതിവിശേഷമാണ്. ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹം ഇതിനു തുല്യമായി വേറെ ഒരു സ്ഥലത്തും കാണാനില്ല. ഈ വിഗ്രഹത്തിൽ സോമസുന്ദരം പണിതീർത്ത നവരത്ന കിരീടം ചാർത്തിയിട്ടുണ്ട്. അതും മറ്റെങ്ങുമില്ലാത്ത പ്രത്യേകതയാണ്. വിഗ്രഹത്തിൻ്റെ താഴെയായി ഗുരുദേവൻ മംഗലാപുരത്ത് വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന മെതിയടി, വെള്ളിക്കിണ്ടി വിഗ്രഹത്തിൻ്റെ താഴെയായി വെച്ച് പാദപൂജയും ഇവിടെ നടത്തി വരുന്നു. ശ്രീകോവിലിൻ്റെ ചുവരിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1989 ക്ഷേത്ര പുനരുദ്ധാരണം തുടങ്ങി. 10 കോടിയോളം രൂപ മുടക്കി 1991 ഫെബ്രുവരി മാസം 8 ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ ഉദ്ഘാടനവും രാജഗോപുരത്തിൻ്റെ കുംഭാഭിഷേകവും നടന്നു. ശ്രീ രാജീവ് ഗാന്ധിയാണ് ഈ കർമ്മങ്ങൾ നിർവഹിച്ചത്. പുനഃപ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചത് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ ഗീതാനന്ദ സ്വാമികളായിരുന്നു. ശിവഗിരി മഠത്തിനാണ് കുദ്രോളി നാഥക്ഷേത്രത്തിൻ്റെ താന്ത്രിക സ്ഥാനം. മഹാശിവരാത്രിക്ക് 7 ദിവസത്തെ ഉത്സവവും 12 ദിവസത്തെ നവരാത്രി ആഘോഷം, കൂടാതെ ഗണേശ ചതുർത്ഥി, കൃഷ്ണാഷ്ടമി, ശ്രീരാമനവമി, ശങ്കര അഷ്ടമി, ദീപാവലി എല്ലാം ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നവരാത്രി മഹോത്സവമാണ്. മൈസൂർ ദസറ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. കുദ്രോളി ക്ഷേത്ര നിർമ്മാണത്തോടുകൂടി കർണാടകയിലെ അവശരും ആലംബഹീനരുമായിരുന്ന ജനങ്ങൾക്ക് ജീവിത പുനരുദ്ധാരണം ലഭിച്ചു. ഇഷ്ടദൈവ ആരാധനയിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന അവർക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകർന്നത് ഗുരുദേവനാണ് എന്നാണ് അവർ ഇന്നും വിശ്വസിക്കുന്നത്. കൺകണ്ട ദൈവമാണ് അവർക്ക് ഗുരുദേവൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ വേറൊരു വിഷയവുമായി വീണ്ടും എത്താം. ഗുരുവോ.